ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നവരാത്രി മഹാനവമി ദിന ആശംസകൾ. നവരാത്രിയുടെ 9-ാം ദിവസം ആരാധിക്കുന്ന നവദുർഗാഭാവമായ ദേവി സിദ്ധിദാത്രി പൂർണ്ണതയെയും ജ്ഞാനത്തെയും ആത്മീയ സാഫല്യത്തെയും പ്രതീകവത്കരിക്കുന്നു. ശ്രീ ഭഗവതി സാധകർക്ക് സിദ്ധികൾ, ആത്മീയ ശക്തികൾ നൽകുകയും അവരെ ജ്ഞാനോദയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നവദുർഗാ യാത്രയുടെ പരിസമാപ്തിയാണ് സിദ്ധിദാത്രി ദേവി. പരമാത്മ തത്വവുമായുള്ള സംയോജനം. ദേവി ദിവ്യമായ ബോധമായതിനാൽ ചക്രങ്ങൾക്കതീതമാണ്. അമ്മയെ നിശബ്ദമായി ധ്യാനിക്കുക. അനന്തമായ ശൂന്യതയിൽ ഒരു താമര വിരിയുന്നതായി ദർശിച്ച് ആ ദിവ്യപ്രകാശത്തിൽ ലയിക്കുക. ദേവി സിദ്ധിദാത്രി നൽകുന്ന ഉൾക്കാഴ്ച ആത്മസാക്ഷാത്കാരത്തിലേക്കും ആന്തരിക ശക്തികളിലുള്ള പ്രാവീണ്യത്തിലേക്കും ഭക്തന്റെ പരമോന്നത ലക്ഷ്യത്തിലേക്കും നയിക്കുന്നു. മാത്രമല്ല, പൂർണ്ണതയെയും പഞ്ചഭൂതങ്ങളുടെ സംയോജനത്തെയും പ്രതിനിധീകരിക്കുന്നു. ദേവിയുടെ ധ്യാന ശ്ലോകം ഇതാണ്: ശശാങ്കബിംബദ്യുതിമുത്പലാക്ഷീം പ്രതപ്തവാമീകരഗാത്രയഷ്ടിം സീതാംബരാം പ്രേതഗതാത്രിനേത്രാം ശ്രീദേവഹൂതിം ദ്വിഭുജം ഭജേഹം. ശാന്തമായ പൂർണ്ണചന്ദ്രന്റെ ശോഭ പോലെ പ്രകാശിക്കുന്നവളും നീലത്താമരയിതൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയവളും തിളങ്ങുന്ന സ്വർണത്തിന് സമാനമായ ശരീരകാന്തിയുള്ളവളും ശുദ്ധമായ വെള്ള വസ്ത്രം ധരിച്ചവളും പ്രേതത്തിന് മുകളിൽ ഇരിക്കുന്നവളും, അതായത് മരണം, മായ എന്നിവയെ അതിജീവിച്ചവളാണ് അമ്മ. 3 കണ്ണുകളും, അതായത് ത്രികാലജ്ഞാനം, 2 കൈകളും ഉള്ളവളുമായ ശ്രീ ദേവഹൂതി എന്ന ആ ദേവിയെ ഞാൻ ഭജിക്കുന്നു. അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. സർവേ ജന സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.